ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹിൽ വാലി യൂട്യൂബ് ചാനലിൻ്റെ വചനദീപം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യെശയ്യാ പ്രവാചകൻ തൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അതിപ്രകാരമാണ്: യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്ത് ഉണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന കരങ്ങളിൽ നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്നു എന്നതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു വാക്യമാണ് ഈ ഭാഗത്ത് കാണുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഈ യെശയ്യാവിനോടുകൂടി ഉണ്ടായിരുന്നു എന്നാണ്. ഓശാന ബൈബിളിൽ ഇപ്രകാരമാണ് പറയുന്നത്: എന്നെ ലജ്ജിതനാക്കുകയില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ സമീപത്തുണ്ട്. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ സമീപത്തുണ്ട്. ദൈവത്തിൻ്റെ സാമീപ്യം നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതമാകുന്ന കൃപ നമ്മുടെ മേൽ പകരും. ഇവിടെ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു എന്നാണ്. തീക്കല്ല് എന്ന് പറയുന്നത് തീ കൊണ്ട് വേവിച്ച കല്ല് എന്നാണ് അർത്ഥം. സാധാരണയായി നിലത്തു നിന്ന് വെട്ടിയെടുക്കുന്ന ചെളിയിൽ നിർമ്മിക്കുന്ന ഇഷ്ടിക നമുക്ക് കാണുവാൻ കഴിയും. ആ ഇഷ്ടികയിൽ സാധാരണയായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേകുന്നതിന് മുമ്പാണെങ്കിൽ അത് വളരെ വേഗത്തിൽ അത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അത് ഒരു തീച്ചൂളയിലേക്ക് കയറ്റിയതിന് ശേഷം, ചൂളയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അടിയിൽ കൂടെ അതിൻ്റെ സമീപത്തുകൂടെ വലിയ തീ അതിലേക്ക് കടത്തിവിടും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല പാകമായി തീരുകയും ചെയ്യും. അതിനെ നല്ല രീതിയിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കളറിൽ, അതിൻ്റെ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതിൽ പിന്നെ അതിനെ നമുക്കെന്തും ചെയ്യാൻ കഴിയുകയില്ല. വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ആ ഇഷ്ടിക ഉപയോഗിക്കാൻ കഴിയും. കാരണം അത് വളരെ വലിയ ബലവത്താണ്. കാരണം അത് ഒരു തീച്ചൂളയിലൂടെ, ശോധനയിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ കൂടുതൽ ബലവത്താക്കുകയാണ്. ദൈവം കൂടെ ഉണ്ടായിരിക്കുന്ന ഒരനുഭവം യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു അനർത്ഥത്തിനും ഇടവരികയില്ല. തൻ്റെ ജീവിതത്തിൽ ദൈവം സഹായകമായി കൂടെയുണ്ട്. അമ്പരന്ന് പോവുകയില്ല. എൻ്റെ മുഖം തീക്കല്ല് പോലെ ഞാൻ ആക്കിയിരിക്കുന്നു. എന്നെ നടത്തുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്നാണ്. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരനുഭവമാണ് ദൈവത്തിൻ്റെതായ നടത്തിപ്പ്. ആ നടത്തിപ്പ് അനുദിനം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ട് എങ്കിൽ ആരുടെ മുമ്പിലും നമുക്ക് ലജ്ജിക്കുവാൻ ഇടവരികയില്ല. ധൈര്യത്തോടെ നമുക്ക് നിൽക്കുവാൻ കഴിയും. ശോധനകളും പരീക്ഷകളും വേദനകളെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ആ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിതാനുഭവങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ആവശ്യം. ഒരു തീക്കല്ല് പോലെ ഒരു ജീവിതം നമുക്കുണ്ടായെങ്കിൽ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ശരി തന്നെ ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മെ സഹായിക്കും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമുക്ക് ഓരോ ദിവസവും വേണ്ടുന്ന കൃപകൾ നൽകി നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.